ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രാഫ്റ്റ് അറബി. അപ്പോൾ തൊണ്ടായി ഇന്ന് നമ്മൾ ഇന്നോവ മാഗി പാർട്ട് 6 എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞുതരാനാണ്. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു ചിലപ്പോൾ പെയിൻറ്റ് ചെയ്യുമെന്ന്. എൻജിൻ ഫുൾ ബ്ലാക്ക് ആണ് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെർബോ ഒരു സ്കിൻ കളറാക്കണം, പിന്നെ ബാറ്ററി പച്ച കളറാക്കണം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ വണ്ടിയുടെ ബോഡി സൈഡ് ഈ മിററിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ബ്ലാക്കാണ്. അങ്ങനെ ഇത്രയും ബ്ലാക്ക്, താഴോട്ടുള്ളത് വൈറ്റ്. കണ്ടില്ലേ, രണ്ട് സൈഡിലും നല്ല ഫിനിഷായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിലും ലാമ്പിന് റെഡ് അടിക്കണം കേട്ടോ. ലാമ്പിൽ ഇത് വേണ്ട, ഇൻറ്റീരിയർ ഫുൾ ബ്ലാക്ക് ആണ് കേട്ടോ. സ്റ്റിയറിങ് സീറ്റും വൈറ്റാ. ബാക്ക് സീറ്റ് ബാക്ക് സീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടില്ലല്ലേ, അത് ഉണ്ടാക്കിയ പോലും ഇല്ല. നമ്മൾ അടുത്ത വീഡിയോ വരുന്ന ഗ്രില്ലാണ് കേട്ടോ. ഗ്രില്ല് പിന്നെ ഇന്നാണ് കഴിച്ച് 20-ാം തീയതി. അതുകൊണ്ട് ഞാൻ ഗ്ലാസിൻ്റെ ഷീറ്റ് ഓർഡർ ചെയ്തായിരുന്നു. അത് ഇന്ന് വരും. അപ്പോൾ നമുക്ക് ഇന്ന് ചിലപ്പോൾ ഗ്ലാസ് ഇടും. വന്നാൽ കൊള്ളായിരുന്നു, ഗ്ലാസ് ഇടും. അപ്പോൾ പാർട്ട് 7 ഗ്ലാസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് പാർട്ട് 6 അല്ലേ. പിന്നെ ഇവിടെ ബോർഡർ കൊടുക്കണം, അകത്തൂടെ മറയ്ക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഹെഡ്ലൈറ്റ് ഉണ്ടാകണം. സീൻ ലുക്കാണ് കേട്ടോ. എനിക്കൊന്ന് കേരള ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു ഫോം ഷീറ്റ് ഇന്നോവ. നേരിട്ട് കാണണം, ഈ ഫോണിൽ കൂടെ കാണുന്ന പോലെ ഇല്ല. ലുക്ക് എന്ന് പറഞ്ഞാൽ ലുക്ക ഉണ്ടാ. ഇതിനകത്തൂടെ ബാക്ക് തേയിലാമ്പ് കാണാൻ പറ്റും നമുക്ക്. ബാക്ക് തേയിലാമ്പ് ഒരെണ്ണേ കാണാൻ പറ്റത്തുള്ളൂ. വെളുത്ത ഗ്രൂവൊക്കെ കാണാൻ പറ്റുമോ? പിന്നെ നമുക്ക് ഈ കാണുന്നൊരു ഗ്രൂ ഉണ്ടോ, സൂം ചെയ്ത് കാണിച്ചു തരാം. പണ്ട് ഇങ്ങനെ ഇതിൻ്റെ അടി കൂടെ പോകുന്നത്, അതിനകത്ത് ബ്ലാക്ക് ചെയ്യണം മാസ്ക് ചെയ്തിട്ട്. പിന്നെ ടെയിലാമ്പിൻ്റെ ഈ സൈഡിലത്തേക്ക് ചുരണ്ടി റെഡ് അടിക്കണം. റെഡ് അടിച്ചാൽ ടെയിലാമ്പാന്ന് തോന്നത്തുള്ളൂ. പിന്നെ നടുക്കൂടെ സിൽവറും ഉണ്ട് റെഡിൻ്റെ. പിന്നെ ക്രോം കൊടുക്കണം. ക്രോം അടിപൊളി വൈറ്റ് അല്ലേ, അടിപൊളി ബ്ലാക്കും കണ്ടില്ലേ. നല്ലോണം പെയിൻറ്റ് ചെയ്തില്ലേ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടി കേട്ടോ. ഞാൻ ഇന്നലെ അടിച്ച പെയിൻ്റാണ്. നോക്കോ നിങ്ങളാണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ ചുരണ്ടി ക്ലീൻ. ഇനി വൈറ്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങളറിയാം, ചുമ്മാ ഇട്ട് കാണിക്കാതെ ഒന്നുമില്ല. സ്റ്റീറിങ് പക്ഷെ ഒരു പണി കിട്ടി കേട്ടോ. സ്റ്റീറിങ് തിരിയും ഒരു പണിയും കിട്ടിയില്ല കണ്ടോ. സ്റ്റീറിങ് തിരിയും. ഇങ്ങനെ കറക്കി വെക്കാം സ്റ്റീറിങ് ഉണ്ടെന്ന്. അങ്ങനെയൊക്കെ ഇട്ടു. ഇനി നമുക്ക് സീറ്റൊക്കെ വെക്കണം ഗൈസ്. സ്റ്റോറേജ് ബോക്സൊക്കെ അടിപൊളി മാറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. സ്റ്റോറേജ് ബോക്സൊക്കെ കണ്ടോ ആ തിളങ്ങ് നിന്ന്. അവിടെ ഒരു പെട്ടിയൊക്കെ ഉണ്ട്. ഇത് സൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ കൊച്ചു വീഡിയോ. ടയർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഒരു ടയറേ ഉണ്ടാക്കിയുള്ളൂ. ഇനി ബാക്കി 3 ഉണ്ടാക്കുന്ന വീഡിയോ ഇടും കേട്ടോ. പശ തീർന്നു, അതാണ് പണി കിട്ടിയത്. ഇന്ന് തന്നെ നമ്മൾ എന്തായാലും പശയും വാങ്ങും, എല്ലാം വാങ്ങും. പിന്നെ ഞാൻ വാങ്ങിയ പെയിൻറ്റിൻ്റെ പ്രൈസ് എന്നൊക്കെ പറയുമ്പം
ഏറ്റവും അല്ല, ഒരു മീഡിയം റേഞ്ചിലെ പെയിൻ്റാണ് ഞാൻ വാങ്ങിയത്. ഒരു 130 സംതിങ്ങിൻ്റെ പെയിൻ്റാണ്. 2 എണ്ണം വാങ്ങി. അപ്പോൾ 260 രൂപയുടെ ചിലവായി. പിന്നെ കുറച്ച് സാൻഡ് പേപ്പർ 8 രൂപയാണ്, അതും വാങ്ങി. എല്ലാം അടുപ്പിച്ചൊരു 270 ഈ വണ്ടി. പിന്നെ ഗ്ലാസ് ഷീറ്റ് അത് 150 പ്രൈസ്. 153 രൂപ മീഷോയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പം ഈ ടോട്ടലൊന്ന് കണക്ക് കൂട്ടിയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ, ഈ വണ്ടി വേണ്ടി ചിലവായ പ്രൈസ്. ഓരോ മെറ്റീരിയൽസും ഫോം ബോർഡ് തന്നെ എത്ര രൂപയായി? 274 രൂപ ഫോം ബോർഡ് ഒരു സെറ്റിന്. ഒരു സെറ്റ് 5 എണ്ണം കിട്ടും കേട്ടോ. അത് ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം ലാഭമാണ്. 273 രൂപയ്ക്ക് 5 ഷീറ്റ്. അത് സെൻറ്റിമീറ്റർ ഞാൻ പറഞ്ഞുതരാം. സെൻറ്റിമീറ്റർ അതിനകത്തുണ്ട്. 29 ഇഞ്ച് പൊക്കം, 21 ഇഞ്ച് വീതി. പിന്നെ ഒന്നുമില്ല. അത് പ്രൈസ് ഇപ്പരൊന്ന് കൂട്ടി നോക്കണോ? ഒന്ന് കൂട്ടി നോക്കാം അല്ലേ? 275 ഫോം ബോർഡ്. പിന്നെ മറ്റേത് പെയിൻ്റ് എത്രയായി? ഇപ്പം കണക്ക് കൂട്ടാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലും. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെ അയച്ചു കൊടുത്ത് മാക്സിമം ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അപ്പം ഇന്നെനിക്ക് തൊണ്ട വയ്യ ഗൈസ്, എന്താണെന്ന് അറിഞ്ഞൂടാ. ഒരു ചെറിയ കാറലുണ്ട് തൊണ്ടയ്ക്ക്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടില്ലേ, പാർട്ട് 5, ഒട്ടും വ്യൂവേഴ്സ് കിട്ടിയില്ല ഗൈസ്. ആകെപ്പാട് 4 ഇത് 6 വ്യൂവേഴ്സ് 3 ദിവസമായിട്ട്. ഇപ്പോൾ വ്യൂവേഴ്സും കിട്ടുന്നില്ല ഇപ്പോൾ പഴയ പോലെ. അതൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കൊച്ചു വീഡിയോ. അപ്പം ബൈ.